മനസ്സിൽ ഏതെങ്കിലും വിധത്തിൽ കളങ്കം വന്നുകൂടിയാൽ, പ്രത്യേകിച്ച് അന്യരോടുള്ള വിദ്വേഷവും പകയും അസൂയയും വിട്ടുവീഴ്ച മനസ്ഥിതിയില്ലാത്ത സങ്കുചിതമായ ഒരു മാനസികാവസ്ഥയും ഒരാളിലുണ്ടെങ്കിൽ അയാൾക്കൊരിക്കലും ആശ്വാസത്തോടുകൂടി ഇവിടെ ജീവിക്കുവാനാവില്ല. മനസ്സ് തുറന്ന് അവൻ ഒരാളോട് വർത്തിക്കുവാൻ സാധിക്കുകയില്ല. സമാധാനത്തോടുകൂടി ഒന്നുറങ്ങാൻ പോലും അവന് സാധിക്കുകയില്ല. കാരണം അവന്റെ മനസ്സ് എപ്പോഴും കലുഷിതമാണ്. ആവശ്യമില്ലാത്ത വികലമായ ചിന്തകളും അന്യരുടെ വളർച്ചയിലുള്ള ഒടുങ്ങാത്ത അസൂയയും സഹപ്രവർത്തകരിൽ നിന്ന് സഹജീവികളിൽ നിന്നുണ്ടായിട്ടുള്ള നിസ്സാരമായ കാര്യങ്ങളെപ്പോലും ക്ഷമിക്കുവാനും സഹിക്കുവാനും സാധ്യമാകാത്തത്ര സങ്കുചിതമായ ഒരു മാനസികമായ വിട്ടുവീഴ്ച തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മനസ്സും എല്ലാം കൂടി ചേരുമ്പോൾ അവൻ വല്ലാതെ അസ്വസ്ഥനായി മാറും. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു കവിതാശകലത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, ലമ്മ അഫൗതു വലം അഹ്തിദ് അലാ അഹദിൻ അറഹ്തു നഫ്സിയ മിൻ ഹമ്മിൽ അദാവാതി. അതിന്റെ ആശയം ഇപ്രകാരമാണ്: ഞാൻ എല്ലാവരോടും വിട്ടുവീഴ്ച കാണിക്കുകയും ആരുടെയും വളർച്ചയിൽ അസൂയയും അതുപോലെ തന്നെ അസ്വസ്ഥതയും പ്രകടിപ്പിക്കാതെ മനസ്സ് തുറന്നുകൊണ്ട് ഞാൻ ജീവിക്കുകയും ചെയ്തപ്പോൾ അന്യരോടുള്ള ശത്രുതയും പകയും വിദ്വേഷവും സൃഷ്ടിക്കുന്ന മാനസികമായ എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ മനസ്സിന് ആശ്വാസം പകരുകയുണ്ടായി എന്ന്. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കണം, കേവലം നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മാത്രമല്ല ഒരു യഥാർത്ഥ മുസ്ലിമിന് സ്വർഗപ്രവേശനത്തിനുള്ള മാർഗം, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠത നേടുവാനുള്ള മാർഗം. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടുകയാണ്, അയ്യുന്നാസി അഫ്ളൽ, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാനായ വ്യക്തി ആരാണ് പ്രവാചകരെ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, കുല്ലു മഖ്മൂമുൽ ഖൽബി സദൂഖുൽ ലിസാൻ. കുല്ലു മഖ്മൂമുൽ ഖൽബി സദൂഖുൽ ലിസാൻ. മഖ്മൂമുൽ ഖൽബായ ആരൊക്കെയുണ്ടോ അവരാണ് ഏറ്റവും ശ്രേഷ്ഠവാൻ. സദൂഖുൽ ലിസാൻ, സദൂഖുൽ ലിസാനായിട്ട് ആരുണ്ടോ അവനും. സഹാബത്ത് ചോദിച്ചു, സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. അതായത് അതിന്റെ ഉദ്ദേശം സത്യം പറഞ്ഞു മാത്രം ജീവിക്കുന്നയാളാണ്. ജീവിതത്തിൽ മുഴുവനും സത്യസന്ധത നിലനിർത്തുന്ന, കളവ് പറയാത്ത, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ജീവിതം ജീവിക്കുന്നയാളാണ് സദൂഖുൽ ലിസാൻ. അത് ഞങ്ങൾക്ക് മനസ്സിലായി പ്രവാചകരെ. എന്നാൽ മഖ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞതുകൊണ്ട് ആരാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവത് തഖിയ്യുൻ തഖിയ്യു അല്ലദീ ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ. അവൻ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടവൻ, ഹൃദയം വളരെ വൃത്തിയാക്കപ്പെട്ടവൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത്തഖിയ്യു, ഭക്തനായ മനുഷ്യനാണ്. അന്നഖിയ്യു, ജീവിതത്തിൽ വളരെ നിർമ്മലമായി ജീവിക്കുന്ന മനസ്സിന്റെ ഉടമയാണ്. അഥവാ ലാ ഇസ്മ ഫീഹി, അവനിൽ കുറ്റങ്ങളില്ല, അവൻ തെമ്മാടിത്തം പ്രവർത്തിക്കുകയില്ല. വലാ ബഗ്യ, അന്യരോട് അതിക്രമം കാണിക്കുകയില്ല, അതിരുവിട്ട പ്രവർത്തനങ്ങൾ അവനില്ല. അതുപോലെ തന്നെ വലാ ഗില്ല, അവന്റെ മനസ്സിൽ വിദ്വേഷമില്ല, അന്യരോട് വിദ്വേഷവും പകയുമില്ല. വലാ ഹസദ, അവനൊരിക്കലും അന്യരുടെ വളർച്ചയിലോ പുരോഗതിയിലോ അവന്റെ മനസ്സ് അസ്വസ്ഥപ്പെടുമാറ് അവൻ അസൂയയുമില്ല. മറ്റുള്ളവരോട് അസൂയയും വിദ്വേഷവും പകയും അതുപോലെയുള്ള അത്തരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അവന് സ്വീകാര്യതയില്ല എന്നാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നേറുവീൻ, പാപമോചനത്തിലേക്ക് നിങ്ങൾ മുന്നേറുവീൻ. വസാരിയൂ, നിങ്ങൾ ധൃതി കാണിക്കുവീൻ
ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, യജമാനായ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു കിട്ടുന്ന ഉന്നതമായ പദവി നിങ്ങൾക്ക് ലഭ്യമാകണോ? ആ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുവീൻ. വജന്നത്തിൻ, സ്വർഗത്തിലേക്ക് ഓടിച്ചെല്ലുവീൻ. സ്വർഗം കിട്ടാൻ വേണ്ടി ഓടിയെടുക്കുവീൻ. ഏതാണ് ആ സ്വർഗം? ആകാശഭൂമികളോളം പ്രവിശാലമാണ് ആ സ്വർഗം. അത് ഭക്തന്മാരായ ആളുകൾക്ക് ഒരുക്കി തയ്യാറാക്കി വിട്ട് കഴിഞ്ഞതാണ് ആ സ്വർഗം. ആരാണ് ഭക്തൻ? ആരാണ് ഭക്തൻ? ഇവിടെ നിസ്കാരവും നോമ്പും ഒന്നല്ല പറയുന്നത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, ബുദ്ധിമുട്ടും വിഷമവും പ്രയാസവും ഒക്കെയുള്ള കാലത്തും സന്തോഷവും അതുപോലെ തന്നെ നല്ല ഒരു മാനസികമായ അവസ്ഥയുമുള്ള സമയത്തുമൊക്കെ ചെലവഴിക്കുന്ന ആളുകളാണവർ. വൽ കാളിമീനൽ ഗൈള, ഒരിക്കലും പതഞ്ഞു പൊങ്ങുന്ന വിദ്വേഷവും രോഷവും കൊണ്ട് നടക്കുന്ന ആളുകളല്ല. ദേഷ്യവും കോപവും വന്നാൽ അത് അടക്കാനും ഒതുക്കാനും കഴിവും ശേഷിയുമുള്ളവരാണവർ. വൽ ആഫീന അനിന്നാസ്, ജനങ്ങളിൽ നിന്ന് തന്റെ നേരെ ഉണ്ടാകുന്ന അപസ്വരങ്ങൾക്ക്, അസ്വസ്ഥതകൾക്ക്, അവിവേകങ്ങൾക്ക് വളരെയേറെ തുറന്ന മനസ്സോടുകൂടി വിട്ടുവീഴ്ച കാണിച്ച് മാപ്പാക്കുന്ന പ്രകൃതക്കാരാണവർ. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇത്തരത്തിലുള്ള സുഹൃതവാന്മാരായ ആളുകളോടാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇംറാനിൽ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗം ലഭ്യമാകണോ? അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ പദവി കിട്ടണോ? മനുഷ്യൻ നന്നാവണം, അവന്റെ ഹൃദയം നന്നാവണം. വിശ്വാസ വിശുദ്ധി ഏറെ പ്രധാനമാണ്. കർമ്മവിശുദ്ധി ഏറെ പ്രധാനമാണ്. അതുപോലെ പ്രധാനമായത് സ്വഭാവ വിശുദ്ധി ഉണ്ടായിരിക്കണം. ഹൃദയത്തിൽ അന്യരുടെ വളർച്ചയിൽ പക തോന്നരുത്, വിദ്വേഷം തോന്നരുത്, അസൂയപ്പെടരുത്. അവരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാലാകാലം അവര് തന്നോട് തെറ്റ് ചെയ്തല്ലോ എന്നും പറഞ്ഞ് അവനോട് അകന്ന് നിൽക്കരുത്, പിണങ്ങി മാറി നിൽക്കരുത്, വിട്ടുവീഴ്ച കാണിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു കൽപ്പിച്ചതെന്താ? ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. ഓ പ്രവാചകരെ, ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച സ്വീകരിക്കുക, മാപ്പാക്കുക, മാപ്പ് കൊടുക്കുക. വഅ്മുർ ബിൽ ഉർഫി, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുക. വഅരിദ് അനിൽ ജാഹിലീൻ, അവിവേകികളുടെ അവിവേക പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുക. പ്രവാചകരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അവരോട് ചോദിക്കപ്പെട്ടു പ്രവാചക സ്വഭാവത്തെ കുറിച്ച്. അവര് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും മെച്ചപ്പെട്ട സ്വഭാവത്തിന്റെ ആളായിരുന്നു. ആരെങ്കിലും ഇങ്ങോട്ട് വല്ല തിന്മയും ചെയ്താൽ വ്യക്തിപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാറില്ല. വലാകിൻ, എന്താണ് അവിടുന്ന് ചെയ്യാറുള്ളത്? തിന്മകളെ നന്മ കൊണ്ട് പ്രതിരോധിക്കും. തിന്മകൾ ഇങ്ങോട്ട് ചെയ്തവനോടും അങ്ങോട്ട് നന്മകൾ കൊണ്ട് പ്രതികരിക്കും. അതുപോലെ തന്നെ വലാകിൻ യഅഫു വയസ്ഫഹു, അതേ അവിടുന്ന് വിട്ടുവീഴ്ചയും മാപ്പും അവിടുത്തെ ജീവിതത്തിന്റെ സ്വഭാവമായിരുന്നു. സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇക്കാര്യം കൊണ്ട് കൽപ്പിക്കാറുണ്ട്. ഒരിക്കൽ ഒരു സംഭവത്തിൽ ഉഖബ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഉഖബത്തു ബിൻ ആമിർ, സിൽ മൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവരോടും നീ ബന്ധം ചേർക്കണം. ഇങ്ങോട്ട് ബന്ധമില്ലെങ്കിൽ എനിക്കെന്താ ഇത്ര പ്രയാസം, അങ്ങോട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് എന്ന ചിന്തയല്ല വേണ്ടത്. സിൽ മൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ കുടുംബ ബന്ധം ചേർക്കണം. വഅൽതി മൻ ഹറമക, നിനക്ക് അവകാശപ്പെട്ടത് തരാതെ നിന്നോട് തടഞ്ഞു വെച്ചവനോടും നീ അങ്ങോട്ട് നൽകണം. വഅഫു അമ്മൻ ലലമക, നിന്നോട് അതിക്രമം കാണിച്ചവനോടും നീ മാപ്പാക്കണം എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖബത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാണ്, ഫഅഫു അൻഹും വസ്ഫഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നീ അവരോട് വിട്ടുവീഴ്ച കാണിക്കൂ, മാപ്പാക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ മാപ്പ് നൽകുന്നതിന്റെയും വിട്ടുവീഴ്ച കാണിക്കുന്നതിന്റെയും പ്രാധാന്യം സഹോദരങ്ങളെ നാം ആരുമായെല്ലാം വർത്തിക്കുന്നുവോ അവരിൽ നിന്നെല്ലാം ഉണ്ടാകാവുന്ന ഇത്തരത്തിലുള്ള നിസ്സാരമായ കാര്യങ്ങൾ പലപ്പോഴും അത് പർവ്വതീകരിച്ച് പെരുപ്പിച്ച് കാണിക്കാതെ വിട്ടുവീഴ്ചയുടെ മനസ്ഥിതിയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടത്. കാരണം അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരികയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, ആര് മാപ്പാക്കുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുന്നുവോ അവനുള്ള പ്രതിഫലം അല്ലാഹുവിങ്കൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു, റബ്ബ് നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യൻ ഇടപെടുന്ന ഒന്നാമത്തെ മേഖലയാണ് അവന്റെ ജീവിതത്തിൽ അവന്റെ വീട്, അവന്റെ ഭവനത്തിലുള്ള ആളുകളോട് വിട്ടുവീഴ്ച കാണിക്കുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ദമ്പതികൾക്കിടയിൽ വിട്ടുവീഴ്ചയില്ലായ്മയുടെ ഫലമായി കൊണ്ടാണ് ഇന്ന് പല കുടുംബാന്തരീക്ഷത്തിലും പൊട്ടിത്തെറികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ പ്രധാനപ്പെട്ട കാരണങ്ങളാൽ വേർപിരിഞ്ഞ ഒരുപാട് കുടുംബങ്ങളുണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ പലയിടങ്ങളിലും നിസ്സാരമായ പ്രശ്നങ്ങൾ കൊണ്ട് തുടങ്ങി അത് പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കുവാൻ ദമ്പതികൾ തയ്യാറാകാതെ വന്നപ്പോ അത് ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഒരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ അവസാനം പിന്നെ വളരെയേറെ മോശമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ. ഇത് കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ മാപ്പാക്കലും അവരുടെ തഖ്വയുടെ ലക്ഷണമാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വഅൻ തഅഫു അഖറബു ലിത്തഖ്വ വലാ തൻസൗൽ ഫദ്ല ബൈനകും. വഅൻ തഅഫു അഖറബു ലിത്തഖ്വ, നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കണം, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ഒരു പ്രശ്നത്തിൽ ആരാണോ വിട്ടുവീഴ്ച ചെയ്യുന്നത് അവനാണ് മുത്തഖി എന്നർത്ഥം. അവനാണ് തഖ്വയുള്ളവൻ, അവനാണ് തഖ്വയോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ എന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബാന്തരീക്ഷങ്ങൾ എപ്പോഴും സമാധാനപൂർണമായിരിക്കുവാൻ ആ കുടുംബത്തിലെ രക്ഷിതാക്കൾ അഥവാ ദമ്പതികളാണ് ഒന്നാമതായി പരിശ്രമിക്കേണ്ടത്. അതോടൊപ്പം മക്കളോട് അതുപോലെ തന്നെ മാതാപിതാക്കളോട് എല്ലാവരോടും വളരെ ഊഷ്മളമായ സത്യസന്ധമായ തുറന്ന മനസ്സോടെയുള്ള സംസാരങ്ങളും അതുപോലെ തെറ്റുന്നാൽ അത് സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കലും ആ തിന്മയുടെ അപകടം അവരെ ബോധ്യപ്പെടുത്തലും ആ തിന്മ തുടർന്നാലുണ്ടാകാവുന്ന പാരത്രിക നഷ്ടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകലും ആ തിന്മയിലൂടെ മുന്നോട്ട് പോയാൽ ഈ കുടുംബത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. സമാധാനത്തോടെ നമുക്ക് ഉറങ്ങാനും സന്തോഷിക്കാനും കഴിയുകയില്ല എന്ന കൃത്യമായ മുന്നറിയിപ്പുകളും ഉത്ബോധനങ്ങളും ഏത് ഭവനങ്ങളിൽ നടക്കുന്നുവോ അവിടെ സമാധാനമുണ്ടാകും, അവിടെ ശാശ്വതമായ സുരക്ഷിതമായ ഒരു ബോധം ഉണ്ടായിത്തീരും. ഏത് തിന്മകളോടും അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ആശ്വാസം കണ്ടെത്താൻ പറഞ്ഞത്. മറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. തിന്മകളെ നിങ്ങൾ നന്മകൾ കൊണ്ട് തടുക്കണം. ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് അതേ നാണയത്തിൽ തന്നെ മോശമായി പെരുമാറുന്നതിന് പകരം നിങ്ങളൊന്ന് നല്ല സമീപനം സ്വീകരിച്ചു നോക്കൂ. എങ്കിൽ കാലാകാലമായി ഏറെ വ്യക്തമായ ശത്രുതയും പകയും കൊണ്ട് നടന്നിരുന്ന ആളുകൾക്കിടയിൽ അവർ പരസ്പരം കഅന്നഹു വലിയ്യുൻ ഹമീം, ഏറ്റവും ഉത്തമരായ സജീവമായ സുദൃഢമായ മാനസികമായ ബന്ധമുള്ള കൂട്ടുകാരായി അവർ മാറുന്നതായി കാണാൻ സാധിക്കും എന്ന്. പക്ഷേ ഇത് സഹന മനസ്കതയുള്ളവർക്കേ കഴിയൂ, ഇത് വിട്ടുവീഴ്ച മനസ്ഥിതിയുള്ളവർക്കേ കഴിയുകയുള്ളൂ. അയൽക്കാരോട് വർഷങ്ങളോളമായി മിണ്ടാതെ നടക്കുന്ന ആളുകളുണ്ട്. തൊട്ട വീട്ടുകാരനാണ്, പരസ്പരം കണ്ടാൽ മിണ്ടുകയില്ല, കണ്ടാൽ തന്നെ മുഖം തിരിച്ചു പോകും. എന്താണ് പ്രശ്നം? നിസ്സാരമായ കാരണങ്ങളാൽ. പിന്നെ അത് ഈഗോയായി വളർന്നു. ഇനി ഞാൻ എങ്ങനെ അങ്ങോട്ട് ചുണ്ടും, അവരെങ്ങനെ ഇങ്ങോട്ട് വരും എന്നവർക്കും. ഇത്തരം ഘട്ടങ്ങളിൽ ആരെങ്കിലും കുറഞ്ഞു കൊടുത്താൽ, ആരെങ്കിലും വിട്ടുവീഴ്ച കാണിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ അവന് ലഭിക്കാൻ പോകുന്നത് അത്യുന്നതമായ സ്വർഗമാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ അയൽവാസികളോടുള്ള ബന്ധത്തിൽ, സഹപ്രവർത്തകരോടുള്ള ബന്ധത്തിൽ, സഹപാഠികളോടുള്ള ബന്ധത്തിൽ തന്നെ ആരുമായെല്ലാം ബന്ധപ്പെടുന്നോ അവരോടെല്ലാമുള്ള വിവിധ വിഷയങ്ങളിൽ നീറിപ്പുകഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുപാട് മനസ്സുകളുണ്ട്. എന്താണ് പ്രശ്നം? വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറില്ല. എല്ലാവർക്കും മേലെ നിൽക്കണമെന്നാണ് ആഗ്രഹം, ആരും കുറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. ഇപ്പൊ തെറ്റിയാലോ പിന്നെ ഒന്ന് പോയി മിണ്ടണമെങ്കിൽ, സലാം പറഞ്ഞ് ആരംഭിക്കണമെങ്കിൽ
ചെകുത്താൻ സമ്മതിക്കുന്നില്ല. നീയും അവനുമൊക്കെ ഒരുപോലെ തന്നെയല്ലേ, പിന്നെ എന്താണ് ഇത്രയും കാലം പിണങ്ങി നടന്നിട്ട് ഇപ്പൊ നീ മാത്രമായിട്ട് അവനോട് പോയി സലാം പറഞ്ഞ് നന്നാകുവാൻ നിനക്കെന്താ കുറവുള്ളത് എന്ന ഈഗോ, ആവശ്യമില്ലാത്ത ആ പൈശാചികമായ ചിന്ത നമ്മുടെ ആ ജന്മശത്രുവായ ചെകുത്താൻ നമ്മുടെ മനസ്സുകളിൽ ഇട്ടുതരും. അതിനൊരിക്കലും നിന്നുകൊടുക്കരുത്. മറിച്ച് ആരോടെങ്കിലും ആർക്കെങ്കിലും ജീവിതത്തിൽ അകാരണമായി നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പിണങ്ങി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അവർ ഉടനെ നന്നാകണം, വിട്ടുവീഴ്ച ചെയ്യണം. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും കൊണ്ട് മാത്രം സുഖം കിട്ടുമെന്ന് മനസ്സിലാക്കരുത്. ഹൃദയം നന്നാവണം, മഹ്മൂമുൽ ഖൽബാകണം, ഹൃദയത്തിന് ശുദ്ധി വേണം. അവിടെ അന്യരോടുള്ള സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒരു മാറ്റവും വരുത്താതെ എന്ത് നിസ്കാരം, എന്ത് നോമ്പ്, എന്ത് ഹജ്ജ്, എന്ത് ഉംറ, എന്ത് ദാനധർമ്മം, ഏത് പ്രവർത്തനങ്ങൾ, എല്ലാ ഇബാദത്തുകളും മനുഷ്യന്റെ മനസ്സുകൾ വിമലീകരിക്കാനുള്ളതാണ്, അവന്റെ മനസ്സുകൾ വൃത്തിയാക്കാനുള്ളതാണ്. ആ മനസ്സിൽ അടിഞ്ഞുകൂടിയ ഇത്തരത്തിലുള്ള തിന്മകളെ വിഭാടനം ചെയ്യുവാൻ സാധ്യമാകാത്ത ഇബാദത്തുകൾ പുറംതോടുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവമില്ലാത്ത ചവങ്ങളാണെന്ന് നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും സൽക്കർമ്മങ്ങളും മുഴുവനും ജീവസ്വറ്റതായി തീരണമെങ്കിൽ നമ്മുടെ സ്വഭാവം നന്നാകണം. ജീവിതത്തിൽ ആ ഇബാദത്തുകളിൽ കാണുന്ന വിശുദ്ധി ജീവിതമാസകലമുണ്ടായിരിക്കണം. അപ്പോഴേ നമുക്ക് സ്വർഗത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. സത്യവിശ്വാസികളുടെ പ്രാർത്ഥന തന്നെ അതല്ലേ, റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണം. ഞങ്ങൾക്ക് മാത്രമല്ല, കണ്ടോ മനസ്സിന്റെ വിശാലത നോക്ക്. ദുആ ഇരക്കുന്ന വേളയിൽ പോലും സ്വാർത്ഥതയല്ല മുഅ്മിനിനുള്ളത്. തനിക്ക് വേണ്ടി മാത്രമല്ല അവൻ പ്രാർത്ഥിക്കുന്നത്. വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുമ്പ് വിശ്വാസം കൊണ്ട് കഴിഞ്ഞു കടന്നുപോയ ഒരുപാട് ആളുകളുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരണപ്പെട്ടു പോയവരുണ്ട്. എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ നാഥ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഉണ്ടാക്കരുതേ ഗില്ലൻ ലില്ലദീന ആമനൂ, സത്യവിശ്വാസികളോട് അല്പം പോലും ഒരു പകയോ വിദ്വേഷമോ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കരുത് നാഥ. ഇന്നക റഊഫുർ റഹീം, റബ്ബനാ ഇന്നക റഊഫുർ റഹീം, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഏറെ വാത്സല്യനിധിയാണല്ലോ, നീ കാരുണ്യവാനാണല്ലോ. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണം, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം. ഇത് വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ആ പ്രാർത്ഥന അർത്ഥവത്തായി പുലരും വിധത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കളങ്കമേശാത്ത ഒരു ജീവിതം, അന്യരോട് സ്വഭാവത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഏറ്റവും വിശുദ്ധമായി ഇടപെടുന്ന ഒരു മാനസികമായ സമീപനം, അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ അല്ലാഹുവിങ്കൽ ഉന്നതമായ സ്ഥാനത്തിന് അർഹരാകുന്ന ഉന്നതരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഫതല്ലാഹു ഇബാദല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. തഖ്വയുള്ള ജീവിതം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ആദരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിട്ടുവീഴ്ചയുടെയും അതുപോലെ തന്നെ നല്ല ഒരു മനസ്സിന്റെയും വിശാല മനസ്കതയുടെയും പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം നമുക്കറിയാം. സഹോദരങ്ങളാൽ ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയനായ വ്യക്തിത്വമായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയതും ശേഷമുണ്ടായ ഒരുപാട് സംഭവവികാസങ്ങളും. യൂസുഫ് നബി അലൈഹിസ്സലാം സഹോദരങ്ങൾ അസൂയയും പകയുമൊക്കെ കാണിച്ചുവെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അത്യുന്നതമായ പദവിയിലേക്കാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു എത്തിച്ചത്. ഈജിപ്തിന്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടുമാറ് ഉന്നതമായ പദവിയിലേക്കാണ് നശിപ്പിക്കുവാൻ വേണ്ടി പൊട്ടക്കിണറ്റിൽ തള്ളിയിടപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാമിന്റെ വളർച്ച ചെന്നെത്തിയതെങ്കിൽ സഹോദരങ്ങളെ, അതിൽ ചില പാഠങ്ങളുണ്ട്. ആരൊക്കെ മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കുവാനും തകർക്കുവാനും ശ്രമിച്ചാലും നമ്മൾ നിരാശപ്പെടരുത്.
ഏത് തകർത്താൻ ഉദ്ദേശിക്കുന്നവന്റെ പ്രവർത്തനങ്ങളുടെയും അവന്റെ ഗൂഢമായ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തുവാൻ അവരെക്കാളെല്ലാം മികച്ച തന്ത്രം പ്രയോഗിക്കുന്ന റഹ്മാനായ റബ്ബാണ് പ്രപഞ്ചത്തിന്റെ ഉടമ എന്ന് നമ്മൾ മനസ്സിലാക്കണം. യൂസുഫ് അലൈഹിസ്സലാമിനെ ഇല്ലായ്മ ചെയ്യാനാണ് സഹോദരങ്ങൾ ഗൂഢശ്രമങ്ങൾ ഏർപ്പെടുത്തിയതെങ്കിൽ അവർ വിചാരിച്ചതിനേക്കാളും 10 മടങ്ങ് ഇരട്ടിയിൽ അത്യുന്നതമായ പദവിയിലെത്തി ശക്തമായ അധികാരിയായി തിരിച്ചു വരുന്ന ചരിത്രമാണ് ലോകം യൂസുഫ് നബി അലൈഹിസ്സലാമിലൂടെ വിശ്വാസികൾക്ക് പകർന്നു നൽകിയത്. ചരിത്രങ്ങൾ കേവലം കഥ കേട്ട് ആസ്വദിക്കാൻ മാത്രമുള്ളതല്ല, അതൊക്കെയും വിശ്വാസികൾക്ക് ഗുണപാഠങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ യൂസുഫ് അലൈഹിസ്സലാമിന്റെ മാനസികമായ വിശാലത കൂടി നമ്മൾ അറിയുക. തന്നെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളി തന്നോട് വളരെ ക്രൂരമായി പെരുമാറിയ ആ സഹോദരങ്ങളെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അധികാരിയായ രൂപത്തിൽ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം കണ്ടുമുട്ടുകയാണ്. ഈജിപ്തിന്റെ ഭരണചക്രം കറക്കുന്ന ആ അധികാര കസേരയിലിരിക്കുന്ന, അവിടുത്തെ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന അത്യുന്നതമായ ഒരു പദവിയിലെത്തിയ നേരത്ത് തന്റെ സഹോദരങ്ങളെ മുന്നിൽ കിട്ടുകയാണ്. എന്തും ചെയ്യുവാനും പ്രതികാരം ചെയ്യുവാനും പകരം ചോദിക്കുവാനും ഏത് രൂപത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് നീക്കുവാനുമുള്ള അധികാരം കൈവന്ന ആ സമയത്തും സഹോദരങ്ങളെ കണ്ടപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സ് വിട്ടുവീഴ്ച കൊണ്ട് നിറയുകയാണ്. മനസ്സ് തണുത്തുറഞ്ഞു പോവുകയാണ്. എല്ലാ പ്രയാസങ്ങളെയും അദ്ദേഹം മറക്കുകയാണ്. ജനങ്ങളോട്, സഹോദരങ്ങളോട് പറഞ്ഞു, ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ഞാൻ നിങ്ങളോടൊരു നടപടിയും എടുക്കുന്നില്ല, നിങ്ങളോടൊരു പ്രതികാര നടപടിയും ഇന്നത്തെ ദിവസം ഞാൻ എടുക്കുന്നില്ല. ഞാനെല്ലാം മാപ്പാക്കിയിരിക്കുന്നു, ഞാനെല്ലാം വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരട്ടെ, ഏറെ പൊറുക്കുന്ന കാരുണ്യവാനാണല്ലോ എന്നിങ്ങനെ ആശ്വാസത്തിന്റെ വചനങ്ങൾ കണ്ടെത്തി സഹോദരങ്ങളോട് പുറത്തു കൊടുക്കുന്ന, വിട്ടുവീഴ്ച കാണിക്കുന്ന മാനസികമായ അവസ്ഥയാണ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഈ ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഉമ്മയുടെ വയറ്റിൽ പറന്ന സഹോദരന്മാര് തമ്മിൽ, ആങ്ങളെയും പെങ്ങളും തമ്മിൽ, ബന്ധപ്പെട്ടവ ആളുകൾ തമ്മിൽ നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി മരിച്ചാൽ എന്റെ മയ്യത്ത് പോലും നീ കാണാൻ പാടില്ല, അവൾക്ക് കാണിച്ചു കൊടുക്കരുത്, അവന് കാണിച്ചു കൊടുക്കരുത്, എന്റെ വീടിന്റെ പടി ചവിട്ടിപ്പോകരുത്, നിന്റെ വീടിന്റെ പടി ആനും ചവിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈഗോയുടെ ഒരുപാട് പ്രത്യേകമായ പ്രയാസങ്ങളുമായി നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു കാലത്തും അവർ നന്നാകുവാൻ സന്നദ്ധരല്ലെങ്കിൽ അവർ മനസ്സിലാക്കുക, വിട്ടുവീഴ്ചയിലൂടെയാണ് സ്വർഗം, വിട്ടുവീഴ്ചയിലൂടെയാണ് സ്വർഗം, അതിലൂടെയാണ് വിജയം, അതിലൂടെയാണ് റഹ്മാനായ റബ്ബ് നമുക്കും പൊറുത്തു തരിക. അല്ലാഹു വളരെ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്, അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ, അയ്യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ അല്ലാഹുവോട് കാണിച്ചു കൂട്ടിയ ഒരുപാട് തിന്മകളുണ്ടല്ലോ, ആ തിന്മകളോടൊക്കെ നിങ്ങളുടെ അതേ മനസ്ഥിതിയാണ് റബ്ബും സ്വീകരിച്ചതെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹിനോട് നിങ്ങൾ പറയും, എന്തു തെറ്റ് ചെയ്താലും പറയും, മാപ്പാക്കണേ അല്ലാ, അള്ളാഹുവേ നീ എല്ലാം മാപ്പാക്കുന്നവനാണ്, നീ പൊറുക്കണേ അല്ലാ എന്ന് പറയും. അപ്പൊ നിന്റെ മനസ്സിലെന്താ? അള്ള പൊറുക്കണമെന്നല്ലേ? ആ മനസ്ഥിതി നിനക്ക് മറ്റുള്ളവരോടും വേണം. നിന്നോട് തെറ്റുകൾ ചെയ്തവരോട് പുറത്തു കൊടുക്ക്, എത്ര വലിയ നിന്നോട് അബദ്ധം ചെയ്താലും മാപ്പാക്കി കൊടുക്ക്. അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ, അയ്യഗ്ഫിറല്ലാഹു ലക്കും, അല്ല നിങ്ങളോട് പൊറുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോടും പൊറുത്തു കൊടുക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അതിന്റെ ഒരു പ്രത്യേക സന്ദർഭവുമുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ആ വചനം അവതരിക്കുന്നത്. ആയത്ത് കേട്ടപാടെ അദ്ദേഹം പറഞ്ഞു, അതെ എനിക്ക് അല്ലാഹ് പൊറുത്തു തരണം, അതുകൊണ്ട് ഞാൻ നിർത്തിവെച്ച ആർക്കെല്ലാം കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളുണ്ടോ എല്ലാം ഞാൻ അവർക്ക് കൊടുക്കാനുള്ളത് മുഴുവനും ഞാൻ കൊടുത്തുകൊണ്ട് ഞാൻ അവരോട് ഏറ്റവും നല്ല ഇടപെടൽ നടത്തും എന്നാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. ചിന്തിക്കണം നമ്മൾ, ജീവിതം അങ്ങനെയാണ്. വിട്ടുവീഴ്ചയുടെയും പൊറുക്കലിന്റെയും മാപ്പാക്കലിന്റെയും പ്രത്യേകമായ സ്വഭാവമാണ് ഉണ്ടായിരിക്കേണ്ടത്. അതല്ലാതെ ഒരു പൊടിക്ക് കുറഞ്ഞു കൊടുക്കൂല എന്ന് പറയാ, എന്നാ നിസ്കാരണ്ട്, നോമ്പുണ്ട്, എല്ലുണ്ട് എന്ന് പറയും. സ്വഭാവം വളരെ മോശമാണെങ്കിൽ സ്വർഗം കിട്ടൂല, സ്വർഗത്തിലെത്തില്ല, അള്ളാഹിന്റെ അടുക്കൽ പദവി ലഭിക്കുകയില്ല. അതുകൊണ്ട് റബ്ബിന്റെ പദവിയും സ്വർഗവും ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും
ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും വിശ്വാസ വിശുദ്ധി, കർമ്മവിശുദ്ധി, സാമ്പത്തിക വിശുദ്ധി, ലൈംഗിക വിശുദ്ധി, സ്വഭാവ വിശുദ്ധി, എല്ലാ മേഖലയിലും അതുണ്ടായി തീരട്ടെ. അതിലൂടെയാണ് വിജയം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ആ അർത്ഥത്തിൽ വിശുദ്ധരായി ജീവിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.